നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പാർക്കിൻസൺ ഡിസീസിൻ്റെ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ എം രാധാമണി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ പാർക്കിൻസൺ ഡിസീസ് എന്ന് വിശദീകരിച്ചു തരാമോ? പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസ് അഥവാ പാർക്കിൻസൺ രോഗം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇതൊരു ചലന രോഗമാണ്. ചലന രോഗം പ്രധാനമായും ചലനത്തെയാണ് ബാധിക്കുന്നതെങ്കിലും മറ്റു പല ബ്രെയിൻ ഫങ്ഷനുകളെയും ഇത് ബാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ചലനത്തിനെ ബാധിക്കുന്നതിനാൽ അതിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഒന്ന് വിറയൽ, പിന്നെ ചലനത്തിൻ്റെ വേഗത കുറയൽ, പിന്നീട് അനായാസം ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് റിജിഡിറ്റി. ഇതാണ് പ്രധാന ലക്ഷണങ്ങൾ. പിന്നീട് ലേറ്റ് സ്റ്റേജിൽ ആകുമ്പോഴത്തേക്കും നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഉടനെ പോസ്ചറൽ റിഫ്ലക്സസ് പോയി പെട്ടെന്ന് വീഴാൻ തുടങ്ങുന്നു. പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സൈഡിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബാലൻസ് ചെയ്യാനുള്ള റിഫ്ലക്സസ് എല്ലാം നഷ്ടപ്പെടുന്നു. പിന്നീട് നടക്കുമ്പോൾ ഫ്രീസിങ് വരും. നടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് നിന്ന് പോകും. അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ തീരെ പറ്റാത്ത രീതിയിൽ നിന്നു പോകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ദൈനംദിന പ്രവർത്തനങ്ങളെ ഇത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? തുടക്കത്തിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇതിൻ്റെ ആരംഭം. അപ്പോൾ രോഗി പെട്ടെന്ന് അത് ശ്രദ്ധിച്ചോളണമെന്നില്ല. മറ്റുള്ളവർക്ക്, കാണുന്നവർക്കാണ് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാവുക. മുഖഭാവങ്ങൾ കുറഞ്ഞു വരും. ഫേസ് ഒരു മാസ്ക് പോലെയുള്ള ഫേസായി മാറും. പിന്നീട് ഹാൻഡ് റൈറ്റിങ്ങിൽ ചേഞ്ചസ് വന്നു തുടങ്ങും. റൈറ്റ് ഹാൻഡിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ചെറുതായി വരാം, അല്ലെങ്കിൽ സ്ലോ ആയി പോകാം. പിന്നെ കൈകൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്പീഡ് കുറഞ്ഞു വരും. നടത്തത്തിലെ സ്പീഡ് കുറയും. നടക്കുമ്പോൾ കൈ വീശുന്നതിൽ ഒരു കൈ വീശാതെ മറ്റേ കൈ വീശും. യൂഷ്വലി ഇത് ഒരു സൈഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് രണ്ട് സൈഡിലേക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഈ കൈകാലുകളല്ലാതെ മറ്റെന്തെങ്കിലും അവയവങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്? അതായത് മുഖം കോടി പോവുകയോ അങ്ങനെ? മുഖം കോടി പോകാറില്ല. മുഖഭാവം കുറഞ്ഞു വരും. മുഖത്തിൽ എക്സ്പ്രഷൻസ് കുറഞ്ഞു, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കുറയും. പിന്നീട് സൗണ്ട് വോളിയം കുറഞ്ഞു വരും. സൗണ്ട് പിന്നെ ലേറ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് സംസാരത്തിൽ ക്ലാരിറ്റി കുറയും, സൗണ്ട് കുറയും. ചിലപ്പോൾ സൗണ്ട് കുറയുകയും ചെയ്യും, സ്പീഡ് കൂടും. അപ്പോൾ സംസാരം തീരെ ക്ലാരിറ്റി ഇല്ലാതാവും. പിന്നെ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വരും. സ്മെൽ അറിയാനുള്ള കഴിവ് കുറയും. ഇത് മോട്ടോർ എന്ന് വെച്ചാൽ ഈ ചലന ഇതല്ലാതെ പിന്നെ തുടക്കം മുതൽക്ക് തന്നെ ചില ആളുകൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. മാനസികമായ പ്രശ്നങ്ങൾ, ഡിപ്രഷനാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. 50% ആളുകൾക്ക് വരെ ഡിപ്രഷൻ ഉണ്ടാവാം. തലച്ചോറിൽ എന്ത് സംഭവിച്ചിട്ടാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്? തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളുടെ ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയാൻ പല സ്ട്രക്ചേഴ്സ് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവുന്ന ന്യൂറോണുകൾക്ക് ഡാമേജ് വരുമ്പോഴാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. ഈ ന്യൂറോണൽ ഡാമേജ് പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കും. അത് ഡാമേജ് ആവുന്നതിനനുസരിച്ചിട്ട് സിംറ്റംസും കൂടി വന്നുകൊണ്ടിരിക്കും. രോഗകാരണങ്ങൾ എന്തൊക്കെയാണ്? രോഗകാരണങ്ങൾ ഇത് 10% ജനിതക കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി സ്പൊറാഡിക് എന്ന് പറയും. കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ജനറ്റിക് കാരണങ്ങളാവാം, ബേസൽ ഗാംഗ്ലിയയിൽ വരുന്ന എന്തെങ്കിലും ഡാമേജ് ആവാം. ഡയബറ്റീസിൽ ഇൻസുലിൻ കുറഞ്ഞു പോകുന്നത് പോലെ ഇതിൽ ഡോപ്പമിൻ ഉണ്ടാവുന്ന ന്യൂറോൺസ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം. മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് കാരണമായിട്ട് ഈ പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. പാർക്കിൻസോണിസം എന്ന് പറയും. ഇതേ സിംറ്റംസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ റിജിഡിറ്റി, സ്ലോനെസ് ആൻഡ് ട്രമർ എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസിലും മറ്റ് അസുഖങ്ങളിലും ഉണ്ടാവും. പാർക്കിൻസൺ ഡിസീസിലുള്ള ട്രമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോഴാണ്, കൈ അനങ്ങാതിരിക്കുമ്പോഴും കാലനങ്ങാതിരിക്കുമ്പോഴും റെസ്റ്റിലിരിക്കുമ്പോഴാണ്, റെസ്റ്റ് ട്രമറാണ് പാർക്കിൻസൺ ഡിസീസിലുണ്ടാകുന്നത്. മറ്റ് പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ ഈ സിംറ്റംസ് എല്ലാം ഉണ്ടാവും, പക്ഷേ പാർക്കിൻസൺ ഡിസീസ് അല്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഈ ന്യൂറോണൽ ഡാമേജ് കൊണ്ടുണ്ടാവുന്ന പാർക്കിൻസോണിയൻ പ്ലസ് സിൻഡ്രോംസ് എന്ന് പറയും.
അതൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആണെങ്കിൽ വളരെ പെട്ടെന്ന് അസുഖം കൂടും. അസുഖത്തിൻ്റെ ലക്ഷണങ്ങളിൽ വേറെയും പ്രശ്നങ്ങളുണ്ടാവും. ഇത് കൂടാതെ ഉള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഡിമെൻഷ്യ ഉണ്ടാവും, പെട്ടെന്ന് വീഴ്ചകൾ പെട്ടെന്ന് ആരംഭിക്കും, മെമ്മറി പ്രോബ്ലംസ്, അതെല്ലാം തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ സെക്കൻഡറി പാർക്കിൻസോണിസം എന്ന് പറയും. അതിന് കാരണം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് കാരണം ഉണ്ടാവാം. ദൈനംദിനമായിട്ട് യൂസ് ചെയ്യുന്ന പല മരുന്നുകളുടെയും സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ പാർക്കിൻസോണിസം ഉണ്ടാവാം. അതെല്ലാം ഡ്രഗ്സ് നിർത്തുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുമ്പോൾ കുറഞ്ഞു പോകും. പിന്നെ വാസ്കുലാർ പാർക്കിൻസോണിസം എന്ന് പറയും. സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ട്രോക്സ് വന്ന് ചെറിയ ഈ ബേസൽ ഗാംഗ്ലിയ ഏരിയകളിലും അതിൻ്റെ നെറ്റ്വർക്ക് ഏരിയകളിലും സ്ട്രോക്ക് വരുമ്പോൾ വരാം. പിന്നെ ട്യൂമേഴ്സ്, എൻസെഫലൈറ്റിസ് വന്ന് സെക്കൻഡറി ആയിട്ട് പാർക്കിൻസോണിസം വരാം. പിന്നെ ഡ്രഗ് എക്സ്പോഷർ, ടോക്സിൻ എക്സ്പോഷർ, പെസ്റ്റിസൈഡ് എക്സ്പോഷർ, അങ്ങനത്തെ കണ്ടീഷൻസിലെല്ലാം ഈ പാർക്കിൻസോണിസം വരാം. ഈ എല്ലാ രോഗങ്ങൾക്ക്, വിവിധ തരം രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. ഇതിനെല്ലാത്തിനും ഒരേ തരം ലക്ഷണങ്ങൾ തന്നെയാണോ? ഈ പാർക്കിൻസൺസ് ഡിസീസിന് വളരെ സ്ലോ പ്രോഗ്രഷനാണ്. അത് രണ്ട് തരത്തിൽ പ്രസൻറ്റ് ചെയ്യാം. ഒരു ടൈപ്പിൽ ട്രമറാണ് ഏറ്റവും കൂടുതൽ, വിറയലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. വേറൊരു ടൈപ്പിന് സ്പീഡ് കുറയലും ഈ റിജിഡിറ്റി, അനായാസം മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ട്രമർ കൂടുതലുള്ള ടൈപ്പാണെങ്കിൽ കുറച്ചുകൂടി വെരി സ്ലോ പ്രോഗ്രഷൻ ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസും നല്ലതായിരിക്കും. ഈ റിജിഡ് എക്കനറ്റിക് എന്ന് പറയുന്ന ടൈപ്പിന് കുറച്ചുകൂടി ഫാസ്റ്റ് പ്രോഗ്രഷൻ ഉണ്ടാവും. മരുന്നിൻ്റെ റെസ്പോൺസും കുറച്ച് കുറവായിരിക്കും. ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോളുണ്ട്. ഹലോ. ഹലോ ഡോക്ടർ, ഇത് മാവേലിക്കര ചുനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുക. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് പാർക്കിൻസൺ എന്ന് പറഞ്ഞ രോഗമാണ്. ഓക്കെ. എനിക്ക് വലത് സൈഡിനാണ് കൂടുതലും പ്രോബ്ലം. ഓക്കെ. എത്ര നാളായി ബുദ്ധിമുട്ടുകൾ കാണാൻ തുടങ്ങിയിട്ട്? ഇത് എനിക്ക് സാറേ, എനിക്ക് ഒരു 5 വർഷം കൊണ്ടുണ്ട്. പക്ഷെ ഞാനിത് ഒരു വർഷത്തിന് മുമ്പാണ് ഇത് അറിഞ്ഞത് ഇന്ന രോഗമാണെന്ന്. ഓക്കെ. അപ്പൊ എനിക്ക് വലത് കൈ കൊണ്ട് ഒന്നും ചെയ്യാനെ കൊണ്ട് ഇഡ്ഡലി, ദോശ ഇതൊന്നും മുറിച്ച് തിന്നാനെ കൊണ്ട് താമസമാണ്. ഓക്കെ. ഇപ്പൊ വിലക്കുറവാണ്. ചികിത്സ തുടങ്ങിയോ? ചികിത്സ തുടങ്ങി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ്. ഓക്കെ. ചികിത്സ തുടങ്ങിയതിന് ശേഷം ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ടോ? കൂടിയിട്ടില്ലെന്നേ ഉള്ളൂ സാറേ. എനിക്കിപ്പം ഈ രാത്രി ചില സമയത്ത് ഒരു ചെറിയ വിറയിലുണ്ട്. വിറയൽ മാത്രമേ ഉള്ളൂ, അതോ സ്പീഡ് കുറവും തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള? തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, താമസമാണ്, എഴുന്നേക്കാൻ പ്രയാസമാണ്. ഓക്കെ. ഇപ്പൊ എന്ത് മരുന്നുകളാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? മോനെ, ആ മരുന്നിന്റെ പേരറിയോ? റസാലറ്റ്. ഓക്കെ. റസാലക്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ല സാറേ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടി. എത്ര വയസ്സായിട്ടുണ്ട്? എനിക്ക് 61 വയസ്സായി. ശരി. അപ്പോൾ വേറെ മരുന്നുകളുണ്ട്. അതും കറക്റ്റായ ഡോസിലും നിങ്ങളുടെ സിംറ്റംസിന് കറക്റ്റായിട്ടുള്ള പരിഹാരം കിട്ടുന്ന അളവിലും കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഡോക്ടറെ കണ്ട് നിങ്ങൾ ഇങ്ങനെ എനിക്ക് എഫക്റ്റ് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കിപ്പോൾ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തോളും. മലശോധന കുറവുണ്ടാവും. അസുഖത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. ഷുഗറും പ്രഷറും ഉണ്ട്. അതിനെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ കറക്റ്റായിട്ടുള്ള എക്സസൈസുകൾ, നടത്തം, അതെല്ലാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. റസാലക്ട് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ നടക്കും. ഓക്കെ. കുറച്ച് യോഗയും ചെയ്യും. യോഗ. ഓക്കെ. അപ്പൊ ഇതില് ചെയ്തതിന് ശേഷം എനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ. അത് മരുന്നുകളുടെ കൂടെ തന്നെ അതും തുടർന്നുകൊണ്ട് പോകണം. മരുന്ന് ഇപ്പോൾ ലീവോഡോപ്പ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. റസാലക്ട്, ലീവോഡോപ്പ, അത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട്, അതെ, അത് കണ്ടിട്ട് ഡോക്ടറെ കണ്ട് കറക്റ്റായ ഡോസിൽ വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം.
പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയുന്ന ആ ലെവലിൽ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഡോസ് ഇതുമ്പോൾ മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത് സിംറ്റംസ് എല്ലാം കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ജോലിക്ക് തുടർന്ന് പോകാനും എല്ലാം പറ്റും. ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല. അപ്പോൾ ഡയബറ്റിസ് എങ്ങനെയാണോ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനും തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ സൂചിപ്പിച്ചു ഒരു ഭാഗത്താണ് ആദ്യം ഇത് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ അപ്പം തന്നെ മരുന്ന് കഴിച്ചു തുടങ്ങിയത് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന് തടയാൻ കഴിയുന്നു. അങ്ങനെ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നത് ന്യൂറോണൽ ഡാമേജ് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ പറ്റില്ല. പക്ഷേ മരുന്ന് കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സിംറ്റംസ് പ്രോഗ്രസ് ചെയ്യുന്നത് ഒരുവിധം സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ അങ്ങനെ മറ്റു ഭാഗത്തേക്ക് വരുന്നത് ഇല്ല, അത് പറ്റില്ല. ഓക്കെ, ഇത് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ എന്താണ്? പാർക്കിൻസൺ ഡിസീസ് ക്ലിനിക്കൽ എക്സാമിനേഷൻ അത് തന്നെയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റെസ്റ്റ് ട്രമർ, റെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ട്രമർ, അത് തുടക്കത്തിൽ റെസ്റ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വളരെ പ്രോഗ്രസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ ട്രമറും ഉണ്ടാവും. പിന്നെ ഈ റിജിഡിറ്റി, ലോസ് ഓഫ് റിഫ്ലക്സസ്, അതെല്ലാം ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പല സ്കെയിലുകളും ഉണ്ട്. UPDRS സ്കെയിൽ, അതെല്ലാം വെച്ചിട്ട് ഇത് ഗ്രേഡ് ചെയ്യാനും എത്ര സിവിയറിറ്റി ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനും ഒക്കെ പറ്റും. അത് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്, ഒരു ന്യൂറോളജിസ്റ്റ് എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഈ പാർക്കിൻസൺ ഡിസീസിന് സാമ്യമായിട്ടുള്ള മറ്റു രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാർക്കിൻസൺ ഡിസീസിന് സാമ്യമായിട്ടുള്ളത് പല ഈ പറഞ്ഞല്ലോ പ്രോഗ്രസീവ് സുപ്രാന്യൂക്ലിയർ പാൽസി, പാർക്കിൻസോണിയൻ സിൻഡ്രോംസ് ആണ്. അപ്പോൾ അതിലും പാർക്കിൻസോണിസം പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് റിഫ്ലക്സ് പോയി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് പുറകോട്ട് വീഴുക, നടക്കുമ്പോൾ പെട്ടെന്ന് പുറകോട്ട് വീഴുക, ഒരു റിഫ്ലക്സ് ഒന്നും കൈകുത്താൻ പോലും പറ്റാത്ത പോലെ പുറകോട്ട് വീഴുന്നു. പിന്നെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി പെട്ടെന്ന് BP കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസംസ്, ഓട്ടോണോമിക് മെക്കാനിസംസ് പോകുന്നതുകൊണ്ട് BP ഫോൾ വന്ന് പെട്ടെന്ന് വീഴ്ച വരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ തരത്തിലുള്ള പാർക്കിൻസോണിയൻ സിൻഡ്രോംസിൻ്റെ കൂടെ പ്ലസ് സിൻഡ്രോംസിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ക്ലിനിക്കൽ എക്സാമിനേഷനിലും ഈ പേഷ്യൻ്റ് സിംറ്റംസിലും ഉണ്ടാവും. പാർക്കിൻസൺ ഡിസീസിലും ഇത്തരം സിംറ്റംസ് എല്ലാം വരാം, പക്ഷേ വളരെ ലേറ്റ് സ്റ്റേജസിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത്തരം അസുഖങ്ങളിലാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. ഡിമെൻഷ്യ തുടക്കത്തിൽ തന്നെ വളരെ ഏർലി ആയിട്ട് തന്നെ ഡിമെൻഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർക്കിൻസൺ ഡിസീസിലൊക്കെ ആണെങ്കിൽ വളരെ ലേറ്റായ സ്റ്റേജിൽ മാത്രമേ ഡിമെൻഷ്യ വരുള്ളൂ. ഇങ്ങനത്തെ അസുഖങ്ങളിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ദേവിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ. ഞങ്ങളുടെ പപ്പയ്ക്കാണ് വയ്യാത്തത്. കൈ അങ്ങ് വിറച്ചോണ്ടിരിക്കും. ഓക്കെ, 6 വർഷം തുടങ്ങിയിട്ട്. ചികിത്സ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ ചികിത്സിക്കുമ്പോ വ്യത്യാസം കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പം ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. ഗുളിക കഴിക്കുമ്പോ വിറയലിന് നിയന്ത്രണം കിട്ടുന്നുണ്ടോ? ഇല്ല, കുറവൊന്നുമില്ല. ഒരു കൈക്ക് മാത്രമേ വിറയലുള്ളൂ? 2 കൈക്കും ഉണ്ടോ? ഒരു കൈക്കേ ഉള്ളൂ. ഇത് ഡോക്ടറെ കാണിച്ച് പാർക്കിൻസൺ ഡിസീസ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വിറയലിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം. ഇതാണ് സ്ഥിരീകരിക്കുക. അതിന് മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഏത് മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രാമിപിക്സ്. ഓക്കെ. പ്രാമിപെക്സോൾ എന്ന് പറയുന്നത് വളരെ എത്ര വയസ്സായി അച്ഛന്? അച്ഛന് 50 വയസ്സായി. ഓക്കെ, ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മരുന്നാണ്. അപ്പോൾ അത് കഴിച്ച് ഒരു 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പ്രാമിപെക്സോൾ എന്ന് പറയുന്ന മെഡിസിൻ യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് കഴിച്ചിട്ട് സിംറ്റംസ് കുറയുന്നില്ലെങ്കിൽ ഡോസ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാം. പിന്നെ ഡോസ് മരുന്നിൻ്റെ ഡോസ് പോരാതിരുന്നാലും സിംറ്റംസിന് കൺട്രോൾ ഇല്ലാതെ വരാം. പിന്നെ ഡയഗ്നോസിസ് നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് ഡയഗ്നോസ് ചെയ്ത് ഇത് തന്നെയാണ് അസുഖം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ?
ഓക്കെ. അപ്പോൾ മരുന്നിൻ്റെ അളവ് കറക്റ്റായി വരുന്നത് വരെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മരുന്നിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ പ്രശ്നമുണ്ടാവും. ഇപ്പോൾ എത്ര ഡോസ് വെച്ച് കഴിക്കുന്നുണ്ട്? എത്ര മില്ലിഗ്രാം ടാബ്ലറ്റാണ് കഴിക്കുന്നത്? ER 375. 3.75 ആണോ? ആണ്. ഒരു നേരമേ കഴിക്കുന്നുള്ളൂ? ഒരു നേരമല്ല, 3 നേരം കഴിക്കുന്നുണ്ട്. എന്നിട്ട് ബുദ്ധിമുട്ട് കുറയുന്നില്ല? ഇല്ല. സ്പീഡൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? നടക്കാനുള്ള സ്പീഡ്, കൈൻ്റെ? നടക്കാനായിട്ട് കുഴപ്പമില്ല. ഓക്കെ. ഇതിൽ ട്രമറിൽ വിറയൽ മാത്രമാണ് പ്രോബ്ലം എങ്കിൽ മറ്റ് മരുന്നുകൾ കൊണ്ട് എഫക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ, പ്രാമിപെക്സോൾ കൊണ്ട് എഫക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ മരുന്നുകൾ മാറ്റേണ്ടി വരും. ഇത് പൂർണ്ണമായിട്ട് മാറുമോ? ഇല്ല, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. അതായത് ന്യൂറോൺസ് ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എങ്ങനെയാണ് പാർക്കിൻസൺ ഡിസീസിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത്? ചികിത്സ തുടക്കത്തിൽ വളരെ നേരത്തെ ചികിത്സ തുടങ്ങിയതുകൊണ്ട് അസുഖത്തിന് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില മരുന്നുകൾക്കൊക്കെ കുറച്ചൊരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള ഒരു ഇതുണ്ട്. ചില സ്റ്റഡീസിലൊക്കെ കുറച്ചൊരു ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളാണ് വളരെ ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ദൈനംദിന ചര്യകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ലീവോഡോപ്പ എന്ന് പറയുന്ന മരുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ആദ്യം തന്നെ ലീവോഡോപ്പ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അവർക്ക് മറ്റ് സൈഡ് ഇഫക്ട്സ് ഒക്കെ മറ്റ് മരുന്നുകൾക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലീവോഡോപ്പ എന്ന് പറയുന്ന മരുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മരുന്നുകൾ കൊണ്ട് മാത്രമാണോ ചികിത്സ, അല്ലെങ്കിൽ ശസ്ത്രക്രിയ കൊണ്ട് ചികിത്സിക്കുന്നുണ്ടോ? മരുന്നുകൾ തന്നെയാണ് തുടക്കത്തിൽ കൊടുക്കുന്നത്. മരുന്നുകൾ കൊടുക്കുമ്പോഴും വളരെ സ്ലോ ആയിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് ഹൈ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ഇഫക്ട്സ്, വളരെയധികം സൈഡ് ഇഫക്ട്സ് കാണാറുണ്ട്. ഭയങ്കര ഡിസ്കൈനേസിയ എന്ന് പറയുന്ന ഡോസ് പെട്ടെന്ന് കൂട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തതുപോലെ അബ്നോർമലായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ഡാൻസ് ലൈക്ക് മൂവ്മെൻറ്റ്സ്, പേഷ്യൻ്റ് കിടക്കാനോ ഇരിക്കാനോ പറ്റാതെ ബാലൻസ് പോകുന്നതല്ല, അതൊരു ഡിസ്കൈനേസിയ എന്ന് പറയും. ഓവർ സ്റ്റിമുലേഷൻ വരുന്നതാണ്. ഡോപ്പമിൻ ഈ ന്യൂറോൺസിൻ്റെ ആവശ്യമില്ലാത്തതിൽ കൂടുതൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഹൈപ്പർ സ്റ്റിമുലേഷൻ ആയിട്ടുള്ള പ്രോബ്ലമാണത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വളരെ സ്ലോ ആയിട്ട്, വളരെ പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ സ്ലോ ആയിട്ട് ഡോസ്, ആഴ്ചയിൽ ഒരു 1/2 ടാബ്ലറ്റ് വെച്ചിട്ടൊക്കെയാണ് ഡോസ് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ സൈഡ് എഫക്ട്സ് അധികം ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണത്തിന് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ലീവോഡോപ്പ എന്ന് പറയുന്ന മരുന്നിന് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിന് ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ശരിയാവുള്ളൂ. അപ്പോൾ ബ്ലഡിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ശരിയാവുള്ളൂ. പിന്നെ ഇതിൻ്റെ പെരിഫറിയിൽ വെച്ചിട്ട് തന്നെ, ബ്രെയിനിൽ എത്താതെ തന്നെ മെറ്റബോളൈസ് ചെയ്ത് പല സൈഡ് ഇഫക്ട്സും ഉണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡ്രഗുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. എല്ലാ പ്രിപ്പറേഷൻസിലും ആ കോമ്പിനേഷൻ ആണ് വരുന്നത്, ലീവോഡോപ്പ, കാർബിഡോപ്പ. അപ്പോൾ അത് 4:1 റേഷ്യോ ആണ് കറക്റ്റായിട്ടുള്ള റേഷ്യോ. അപ്പോൾ അത് അങ്ങനത്തെ മരുന്നുകൾ കറക്റ്റായിട്ട് ഇതുപോലെ ഫുഡിൻ്റെ ടൈമിങ്ങും ഒക്കെ വെച്ച് കറക്റ്റ് ടൈമിങ്ങിലൊക്കെ കഴിക്കുകയാണെങ്കിൽ സിംറ്റംസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് സ്റ്റേജ് ഹൈ സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞാൽ, ലേറ്റ് സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് എഫക്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ ആ ന്യൂറോൺസ് ഡാമേജ് ആയി വരുന്നതിനനുസരിച്ചിട്ട് മരുന്ന് കഴിച്ചാലും എഫക്റ്റ് കുറയും. പെട്ടെന്ന് മരുന്നിൻ്റെ എഫക്റ്റ് കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എഫക്റ്റ് പോയി പേഷ്യൻ്റ് ഓഫായി പോവും. പിന്നെ ചലിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചിലപ്പോൾ വിറയൽ കൂടി വരും, അല്ലെങ്കിൽ തീരെ ചലിക്കാൻ പറ്റാതെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരാം. അപ്പോൾ അത് ഓഫ് ഫിനോമിനൻ എന്ന് പറയും. പിന്നെ അത് കൂടാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങുമ്പോൾ ഈ ഡിസ്കൈനേസിയ, ഡാൻസ് ലൈക്ക് മൂവ്മെൻറ്റ്സും വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുക, കൂട്ടുക, ഇൻ്റർവെല്ല് കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ കുറച്ചൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് സർജറിയുടെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സർജറി മുമ്പ് അങ്ങനെ ലേറ്റ് സ്റ്റേജിൽ മാത്രമായിരുന്നു, ഇപ്പോൾ ഏർലി സ്റ്റേജിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന സർജറിയാണ് അതിന് ചെയ്യുന്നത്. ബ്രെയിനിൽ ആ സബ്സ്റ്റൻഷ്യ നൈഗ്രയിൽ ഇലക്ട്രോഡ്സ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പേസ് മേക്കർ പോലെ പുറമെ
അതിൻ്റെ ബാറ്ററിയും മെക്കാനിസംസും എല്ലാം പുറമെ ചെസ്റ്റിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കറണ്ട് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സർജറിയാണ്. ഈ മെഷീനും ഇതെല്ലാം 5 to 8 lakhs ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അത് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് സെൻറ്റേഴ്സിലേ ഉള്ളൂ. കേരളത്തിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഈ പാർക്കിൻസൺ ഡിസീസ് കൂടുതലായി കണ്ടുവരുന്നത്? യൂഷ്വലി എൽഡർലി ആഫ്റ്റർ 60 ആണ് വളരെ കോമൺ ആയിട്ടുള്ളത്. പിന്നെ ഈ ജനറ്റിക് കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന 10% ജനിതക കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാമെന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഏത് ഏജിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ജുവനൈൽ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് വളരെ 10-12 വയസ്സ് മുതൽ തന്നെ ഉണ്ടാവാം. ജുവനൈലിനും ഇതേ ചികിത്സാ രീതികൾ തന്നെയാണോ? ചികിത്സാ രീതികൾ ഇത് തന്നെയാണ്. അവർക്ക് 10% ഈ ജനറ്റിക് കോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു 10-16 ടൈപ്പ് ജീൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടും റിസസീവായിട്ടും 2 തരത്തിലും വരാം. ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞ ജുവനൈലിന് നമ്മളിപ്പോൾ ആദ്യം തന്നെ സർജറി ചെയ്യുന്നത് നല്ലതാണോ, അതോ മരുന്നുകൾ തന്നെ? മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്. അതും അങ്ങനത്തെ ലേറ്റ് സ്റ്റേജിൽ തന്നെയാണ് സർജറിക്ക് പ്രിഫർ ചെയ്യുന്നത്. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സാറേ, തൃശ്ശൂരിൽ നിന്ന് ഉഷയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് സാറേ. പറയൂ. ഭാര്യയ്ക്ക് കുറച്ച് നാളായിട്ട് ഉറക്കക്കുറവുണ്ടായിരുന്നു സാറേ. കാലിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു 2-3 വർഷമായിട്ട്. ഓക്കെ. അപ്പോ പല ഡോക്ടർമാരെയും കാണിച്ചപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു പറഞ്ഞു പാർക്കിൻസൺ CBD എന്ന് പറഞ്ഞു, ഒരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞു. CBD? ഓക്കെ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് സിംഗപ്പോൺ എന്ന് പറഞ്ഞ മരുന്നൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നാവൊക്കെ കുഴയണ മാതിരി ഉണ്ടാവും. അല്ലെങ്കിൽ കുഴപ്പമില്ല, രാത്രിയൊന്നും കുഴപ്പമില്ല. മരുന്ന് നിർത്തിയാൽ കാല് ഞെട്ടും, ഞെട്ടലാണ് തോന്നിക്കുന്നത്. പക്ഷെ കാലുകൾ വിറയ്ക്കണമെന്നില്ല. ഓക്കെ. എത്ര വയസ്സായി ഉഷയ്ക്ക്? അവർക്ക് 60 വയസ്സ്. ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തുള്ളൂ, 60 വയസ്സായിട്ട്. ഓക്കെ. വേറെന്തൊക്കെയാ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്? കഴുത്തുവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിന് ആയുർവേദ ചികിത്സ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഭേദമായി. 2 ഘട്ടം ചികിത്സ കഴിഞ്ഞ് ഭേദമായി. ഇപ്പൊ 3-ാം ഘട്ട ചികിത്സയാണ് നടക്കുന്നത്. അത് പാർക്കിൻസൺസിന്റെ തന്നെ രോഗം എന്നാണ് പറഞ്ഞത്. കൈക്കല്ലിശ്ശേരിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ. ന്യൂറോളജിസ്റ്റ് കണ്ട് ടെസ്റ്റ് ചെയ്ത് പാർക്കിൻസൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിരുന്നു. CBD എന്ന് പറയുന്നത് വേറൊരു പാർക്കിൻസോണിസം ചില സിംറ്റംസ് ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാരണം വേറെയാണ്. ചികിത്സയ്ക്കും വലിയ റെസ്പോൺസ് ഉണ്ടാവില്ല. ഇപ്പോൾ കൈകാല് ഞെട്ടൽ പാർക്കിൻസൺ ഡിസീസിൻ്റെ തന്നെ, ഉറക്കത്തിൽ കൈകാല് ഞെട്ടൽ പാർക്കിൻസൺ ഡിസീസിൻ്റെ തന്നെ തുടക്കത്തിൽ സ്ലീപ്പിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. REM ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയും. അതാണെങ്കിൽ പാർക്കിൻസൺ ഡിസീസിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്. ചിലപ്പോൾ പാർക്കിൻസൺ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുമ്പോഴും ആ സിംറ്റംസ് കാണാം, പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അത് CBD തന്നെ ആണോ എന്നുള്ളത് ക്ലിനിക്കലി നന്നായിട്ട് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. CBD എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നതിന് നന്ദി.